നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ചോതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ഏറെ ഗുണഫലങ്ങൾ ഉള്ള ഒരു സമയമാണ്. കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ഫലം ലഭിക്കുന്ന വർഷം കൂടിയാണ്. മേലധികാരികളുടെ സംതൃപ്തി ഉണ്ടാവുന്നതും സഹപ്രവർത്തകരുമായി പരസ്പരം രമ്യതയിൽ പോകുന്നതും പരസ്പര സഹകരണത്തോടെ പെരുമാറുന്നതുമായ ഒരു വർഷമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ നേടുവാൻ പറ്റുന്ന സമയമാണ്. സ്ഥാനഭ്രംശം ഉണ്ടാവുമെങ്കിലും അനുകൂലമായ സ്ഥലമാറ്റം ഉണ്ടാകുവാനാണ് സാധ്യത. വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പ്രൊമോഷൻ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിൽ ബിസിനസ് നേട്ടം ഉണ്ടാവുന്നതാണ്. സംരംഭ വിജയം ഉണ്ടാക്കുവാൻ പറ്റുന്ന സമയമാണ്. പങ്കാളിയുമായി വളരെ രമ്യതയിൽ പോകുവാൻ പറ്റുന്ന ഒരു അനുകൂലമായ അന്തരീക്ഷം ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവുന്നതും പുതിയ ബിസിനസ് മേഖല കണ്ടുപിടിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ധനപരമായി പറയുകയാണെങ്കിൽ ധനനേട്ടം ഉണ്ടാവുന്നതാണ്. വിവിധ രീതിയിലുള്ള ധനമാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്ന വർഷമാണ്. സൗഭാഗ്യങ്ങൾ ഏറെ തെളിയുന്ന വർഷമാണ്. ഭാഗ്യക്കുറി പോലെ ഇവർക്ക് നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ്. ധനാഗമനം ഏറിയ സമയമാണ്. അത് കൃഷി സംബന്ധമായി നോക്കുകയാണെങ്കിലോ ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിലോ ഒക്കെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പാഴ്ചിലവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല ധനാഗമനം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു സമയം ആണ് ഇത് എന്ന് പറയാം. ദാമ്പത്യപരമായി നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവുന്ന സമയമാണ്. ദമ്പതികൾ തമ്മിൽ രമ്യതയിൽ പോവുകയും അഭിപ്രായ ഐക്യം ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദമ്പതിമാർക്കിടയിൽ കഴിയുന്നതാണ്. പ്രണയിക്കുന്നവർക്കും നല്ല അനുകൂലമായ സമയമാണ്. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള തീരുമാനം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിവാഹം, സന്താനലബ്ധി എന്നിവയൊക്കെ ഈ സമയത്ത് വന്നു ചേരാം. ബന്ധുക്കൾ തമ്മിലോ അയൽപ്പക്കക്കാർ തമ്മിലോ തർക്കമുണ്ടാവാതെ നോക്കേണ്ടതുണ്ട്. വിവാദ കാര്യങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. പുതിയ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് തക്കതായ ചികിത്സ നൽകേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് ദീർഘകാലമായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ചില അലസതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും ഉന്നത വിജയം നേടുവാനും ഒക്കെ ശ്രമിച്ചാൽ ഈ സമയത്ത് നടന്നു കിട്ടുന്നതാണ്. ദൂരയാത്രക്കും അതുവഴി പണച്ചിലവിനും സാധ്യതയുണ്ട്. യാത്രാ വിഘ്നം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. റിയൽ എസ്റ്റേറ്റ് പോലെ ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാനും അതുവഴി ലാഭം ഉണ്ടാകുവാനും പറ്റുന്ന ഒരു വർഷമാണ്. ഇവർക്ക് ഈ വർഷത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി
മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഹാദേവന് ക്ഷീരധാര, ജലധാര എന്നീ വഴിപാടുകൾ ചെയ്യുകയും പിൻവിളക്ക് തെളിയിക്കുകയും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ ലഘൂകരിക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്.